In the previous video, we discussed about acids. Now we are discussing about alkalis. Substances like lime water, which turn red litmus to blue, are called alkalis. They have a bitter taste and are slimy. അതായത് ചുണ്ണാമ്പ് വെള്ളം പോലെ ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കി മാറ്റുന്ന വസ്തുക്കളെയാണ് ആൽക്കലികൾ എന്ന് പറയുന്നത്. ആൽക്കലികൾക്കെല്ലാം കാരരുചിയുണ്ട്. ഇവയ്ക്ക് വഴുവഴുപ്പുള്ള സ്വഭാവവുമുണ്ട്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഓർ ലൈം വാട്ടർ, sodium hydroxide solution or caustic soda, potassium hydroxide solution caustic potash, ammonium hydroxide solution liquor ammonia dissolved in water are major alkalis. ചുണ്ണാമ്പ് വെള്ളം, അതുപോലെ സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാസ്റ്റിക് സോഡ, അതുപോലെ കാസ്റ്റിക് പൊട്ടാഷ് അഥവാ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, ലിക്കർ അമോണിയ എന്നറിയപ്പെടുന്ന അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ എന്നിവയെല്ലാം വീര്യമേറിയ ആൽക്കലികളാണ്. Now we have to know about indicators. Indicators are substances that help us to distinguish between acids and alkalis through color change. Parts of plants like turmeric, hibiscus, beetroot, etc. can be used as indicators. Litmus paper is an indicator used in the laboratory. ആസിഡുകളെയും ആൽക്കലികളെയും നിറം മാറ്റത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുക്കളെയാണ് ഇൻഡിക്കേറ്റർ അഥവാ സൂചകങ്ങൾ എന്ന് പറയുന്നത്. ചെമ്പരത്തിപ്പൂ ഉരച്ച പേപ്പർ, ബീട്രൂട്ട് ഉരച്ച പേപ്പർ, മഞ്ഞൾ ഉരച്ച പേപ്പർ എന്നിവയെല്ലാം സൂചകങ്ങളായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ലിറ്റ്മസ് പേപ്പർ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ്. Collect various parts of different plants, rub them on a white paper to make like hibiscus paper. You can use turmeric, mango leaves, rose, beetroot, carrot, etc. for this experiment. Dip the papers in both acid and alkali and tabulate the color change that you have observed. Phenolphthalein, methyl orange and universal indicator are laboratory indicators commonly used. Take small quantity of caustic soda solution and vinegar. Add 2 drops of phenolphthalein to each test tube. Do you see any color change? Phenolphthalein can be used as an indicator to distinguish between acid and alkali. We can repeat the same experiment using methyl orange instead of phenolphthalein. ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച് എന്നിവ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സൂചകങ്ങളാണ്. നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കാം. ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്ത് അതിൽ അല്പം വിനാഗിരി എടുക്കുക. മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ അല്പം കാസ്റ്റിക് സോഡ ലായനിയും എടുക്കുക. രണ്ടിലേക്കും അല്പം ഫിനോഫ്തലിൻ ചേർത്ത് നോക്കുക. ലായനികളുടെ നിറം മാറ്റം നിരീക്ഷിക്കുക. ഇതേ പരീക്ഷണം മീഥൈൽ ഓറഞ്ച് ഉപയോഗിച്ചും ആവർത്തിക്കാം. ലെറ്റസ് ടാബുലേറ്റ് ദ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് കളർ ഇൻ ആസിഡ് ആൻഡ് കളർ ഇൻ ആൽക്കലി. വിവിധ സൂചകങ്ങളുടെ ആസിഡിലെയും ആൽക്കലിയിലെയും നിറം മാറ്റം നമുക്ക് പരിശോധിക്കാം. ഫോർ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ, ഇറ്റ്സ് കളർ ഇൻ ആസിഡ് ഈസ് റെഡ് ആൻഡ് കളർ ഇൻ ആൽക്കലി ഈസ് ബ്ലൂ. ഫോർ ചില്ലി പൗഡർ, കളർ ഇൻ ആസിഡ് ഈസ് pale red and color in alkali is pale red. നീല ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ ചുവപ്പ് നിറമായി മാറുന്നു, ആൽക്കലിയിൽ നിറമാറ്റമില്ലാതെ തുടരുന്നു. ചില്ലി പൗഡർ അഥവാ മുളകുപൊടി കലക്കിയ വെള്ളം ആസിഡിൽ ഇളം ചുവപ്പ് നിറമായി മാറുന്നു, ആൽക്കലിയിലും അത് ഇളം ചുവപ്പ് നിറമായി തന്നെ തുടരുന്നു. റെഡ് ലിറ്റ്മസ് പേപ്പർ, color in acid is red and color in alkali is blue. ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ ചുവപ്പായി തന്നെ തുടരുന്നു, ആൽക്കലിയിൽ അത് നീല നിറമായി മാറുന്നു. ഹിബിസ്കസ് പേപ്പർ, കളർ ഇൻ ആസിഡ് ഈസ് റെഡ് ആൻഡ് കളർ ഇൻ ആൽക്കലി ഈസ് ബ്ലൂ. ചെമ്പരത്തിപ്പൂ ഉരച്ച കടലാസിൽ അത് ആസിഡിൽ മുക്കുമ്പോൾ ചുവപ്പ് നിറവും ആൽക്കലിയിൽ അത് നീല നിറമായി തുടരുകയും ചെയ്യും. Phenolphthalein, it is colorless in acid but it changes to pink in the alkali.
ഫിനോഫ്തലിൻ ഉപയോഗിക്കുമ്പോൾ ആസിഡിൽ നിറമാറ്റം സംഭവിക്കുന്നില്ല, ആൽക്കലിയിൽ അത് പിങ്ക് നിറമായി മാറുന്നു. വൈറ്റ് പേപ്പർ, ഇറ്റ് ഇസ് ദ സെയിം വൈറ്റ് ഇൻ ദ ആസിഡ് ആൻഡ് ആൽക്കലി. വെള്ള പേപ്പറാണ് നമ്മൾ സൂചകമായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ആസിഡിലും ആൽക്കലിയിലും ഒരേ നിറമായിരിക്കും സൂചിപ്പിക്കുക. കാർബൺ പൗഡർ, ഇറ്റ് ഈസ് ബ്ലാക്ക് ഇൻ ആൽക്കലി ആൻഡ് ബ്ലാക്ക് ഇൻ ആസിഡ്. Methyl orange, when it is used in acid, it is pale pink, and when it is used in alkali, it is pale yellow. Methyl orange ആസിഡിൽ ഇളം പിങ്ക് നിറവും ആൽക്കലിയിൽ ഇളം മഞ്ഞ നിറവും കാണിക്കുന്നു. ലിക്വിഡ് ബ്ലൂ, when it is used in acid, the color is blue, and when used in alkali, it remains as blue. Turmeric, it is yellow in the acid and red in the alkali. മഞ്ഞൾ ഉരച്ച കടലാസിന് ആസിഡിൽ മഞ്ഞ നിറം തന്നെയാണ്, എന്നാൽ ആൽക്കലിയിൽ അത് ചുവപ്പ് നിറമായി മാറുന്നു. From this chart, the substances that help us to distinguish between acids and alkalis through color change are called indicators. ഈ ചാർട്ടിൽ ആസിഡുകളിലും ആൽക്കലികളിലും വ്യത്യസ്ത നിറങ്ങൾ കാണിക്കുന്ന വസ്തുക്കളെയാണ് നമുക്ക് സൂചകങ്ങളായി ഉപയോഗിക്കാൻ കഴിയുക. രണ്ടിലും നിറമാറ്റമില്ലാതെ തുടരുന്ന വസ്തുക്കളെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയി, അതായത് സൂചകങ്ങളായി ഉപയോഗിക്കാൻ കഴിയുകയില്ല. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഈസ് എ മിക്സ്ചർ ഓഫ് ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് depending upon the strength of acid or alkaline nature of the solution. Universal indicator gives us different colors. These colors can be compared with the color chart affixed outside the bottle. സാർവിക സൂചകം അഥവാ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് വിവിധ സൂചകങ്ങളുടെ ഒരു മിശ്രിതമാണ്. നാം പരിശോധിക്കുന്ന ആസിഡിൻ്റെയോ ആൽക്കലിയുടെയോ വീര്യത്തിന് അനുസരിച്ച് സാർവിക സൂചകം വ്യത്യസ്ത നിറങ്ങൾ കാണിക്കുന്നു. ഈ നിറങ്ങളെ കുപ്പിയുടെ പുറത്തുള്ള കളർ ചാർട്ടുമായി താരതമ്യം ചെയ്താണ് ആസിഡിൻ്റെയും ആൽക്കലിയുടെയും സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. Now we are discussing upon the neutralization. When definite amount of acid and alkali are mixed, their acidic and alkaline natures are lost and salt and water are formed. This is called neutralization. ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടിച്ചേരുമ്പോൾ അവയുടെ ആസിഡ് ഗുണവും ആൽക്കലി ഗുണവും നഷ്ടപ്പെട്ട് ജലവും ലവണവുമായി മാറുന്നു. ഈ പ്രവർത്തനത്തിനെയാണ് നമ്മൾ നിർവിരീകരണം എന്ന് പറയുന്നത്. ടേക്ക് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ എ ബ്യൂറേറ്റ്. ആഡ് 20 ml of caustic soda solution into a conical flask using a pipette. Add 2 drops of phenolphthalein into the flask and stir well. Place the conical flask below the burette. Open the stopcock slowly and add the acid drop by drop into the conical flask. While close the stopcock when the color of the alkali in the conical flask just disappears. Examine whether the colorless solution in the conical flask is acidic or alkaline using both red and blue litmus papers. അല്പം ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു ബ്യൂററ്റിൽ എടുക്കുക. ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ 20 ml കാസ്റ്റിക് സോഡ സൊല്യൂഷനും എടുക്കുക. കാസ്റ്റിക് സോഡ സൊല്യൂഷനിലേക്ക് 1-2 തുള്ളി ഫിനോഫ്തലിൻ ചേർക്കുക. അപ്പോൾ അതിൻ്റെ നിറം മാറ്റം ശ്രദ്ധിക്കുക. ഈ ഫ്ലാസ്കിനെ ബ്യൂററ്റിൻ്റെ താഴെയായി വയ്ക്കുക. ബ്യൂററ്റിൻ്റെ നോബ് തിരിക്കുമ്പോൾ ആസിഡ് തുള്ളി തുള്ളിയായി ആൽക്കലി സൊല്യൂഷനിലേക്ക് വീണുകൊണ്ടിരിക്കും. കുറച്ചു സമയം കഴിയുമ്പോൾ കാസ്റ്റിക് സോഡ ലായനിയുടെ നിറം നഷ്ടപ്പെടുന്നതായി കാണാം. അപ്പോൾ ആസിഡ് പ്രവാഹം നിർത്തുക. ഈ ലായനി നീല ലിറ്റ്മസ് പേപ്പറും ചുവപ്പ് ലിറ്റ്മസ് പേപ്പറും മുക്കി നോക്കി ഇതിൽ ആസിഡിൻ്റെയോ ആൽക്കലിയുടെയോ സാന്നിധ്യം ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇങ്ങനെ ആസിഡും ആൽക്കലിയും തമ്മിൽ ചേർന്ന് ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണം നഷ്ടപ്പെടുന്ന പ്രവർത്തനത്തിനെയാണ് നിർവിരീകരണം എന്ന് പറയുന്നത്. നിർവിരീകരണത്തിന് നമുക്ക് നിത്യജീവിതത്തിൽ നിന്ന് അനേകം ഉദാഹരണങ്ങൾ
കാണാൻ കഴിയും. നെക്സ്റ്റ് വി ഹാവ് ടു ലുക്ക് ത്രൂ pH വാല്യൂ. എ കളർ ചാർട്ട് ഈസ് അവൈലബിൾ വിത്ത് pH പേപ്പർ. The color change of pH paper in a solution is compared with the color chart to find its pH value. മണ്ണിലെ ആസിഡിൻ്റെയോ ആൽക്കലിയുടെയോ സാന്നിധ്യം തിരിച്ചറിയുന്നതിനുള്ള ഒരു സംവിധാനമാണ് pH വാല്യൂ. pH പേപ്പർ ലായനിയിൽ മുക്കുമ്പോൾ അതിൻ്റെ നിറം മാറ്റം പുറത്തുള്ള ചാർട്ടുമായി ഒത്തുനോക്കിയാണ് pH വാല്യൂ നിശ്ചയിക്കുന്നത്. pH value is a measure of acidity or alkalinity of water soluble substances. ജലത്തിൽ ലയിച്ചു ചേർന്ന അവസ്ഥയിലുള്ള വസ്തുക്കളുടെ ആസിഡ് ഗുണമോ ആൽക്കലി ഗുണമോ കണ്ടെത്താനുള്ള ഒരു അളവാണ് pH വാല്യൂ. pH സ്റ്റാൻഡ്സ് ഫോർ ദ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. pH എന്നതിൻ്റെ അർത്ഥം ഹൈഡ്രജൻ്റെ സാന്നിധ്യം എന്നാണ്. എ pH വാല്യൂ is a number from 1 to 14 with 7 as a middle neutral point. pH വാല്യൂ പേപ്പർ എന്ന് പറയുന്നത് 1 മുതൽ 14 വരെ അങ്കണങ്ങൾ ഉള്ളതും 7 എന്നുള്ള അങ്കണം മധ്യത്തിൽ വരുന്ന അങ്കണം ന്യൂട്രൽ അഥവാ നിർവിരീകരിക്കപ്പെട്ട ലായനിയുടെ pH വാല്യൂവിനെ സൂചിപ്പിക്കുന്നതുമാണ്. വാല്യൂസ് ബിലോ 7 ഇൻഡിക്കേറ്റ് അസിഡിറ്റി which increases as the number decreases, 1 being the most acidic. 7 താഴെയുള്ള അങ്കണങ്ങളെല്ലാം ആസിഡ് ഗുണത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇതിൽ 1 ഏറ്റവും കൂടുതൽ ആസിഡ് ഗുണമുള്ള അങ്കണം. വാല്യൂസ് above 7 indicates alkalinity which increases as the number increases, 14 being the most alkaline. 7 കൂടുതലുള്ള pH അങ്കണങ്ങളെല്ലാം ആൽക്കലി സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ 14 എന്ന അക്കമാണ് ഏറ്റവും കൂടുതൽ ആൽക്കലി സ്വഭാവമുള്ള ലായനിയുടേതായി സൂചിപ്പിക്കപ്പെടുന്നത്. Let us find the pH of the soil. നമുക്ക് മണ്ണിൻ്റെ pH മൂല്യം പരിശോധിക്കുന്നതിനുള്ള ഒരു പരീക്ഷണം ചെയ്യാം. Take a glass and fill it half with soil. ഒരു ഗ്ലാസ് പാത്രത്തിൽ പകുതി വരെ മണ്ണെടുക്കുക. Pour water till the soil is immersed completely and stir well. ഇതിലേക്ക് വെള്ളം ചേർത്ത് നന്നായി ഇളക്കി ചേർക്കുക. When water clears, dip a pH paper into it. അല്പനേരം വെച്ചിരുന്നാൽ ഈ വെള്ളം തെളിയും. ആ തെളിഞ്ഞ വെള്ളത്തിലേക്ക് pH പേപ്പർ മുക്കി നോക്കുക. Compare the color change of the pH paper with the color chart and find the pH of the soil. വെള്ളത്തിൽ മുക്കി നോക്കിയ pH പേപ്പറിൻ്റെ നിറം മാറ്റം pH യൂണിറ്റിൻ്റെ പുറത്തുള്ള കളർ ചാർട്ടുമായി ബന്ധിപ്പിച്ച് നോക്കി നമുക്ക് മണ്ണിൻ്റെ pH മൂല്യം കണ്ടെത്താൻ കഴിയും. We are using different kinds of alkalis as medicines. Acidity. Acid is produced in the stomach to support the digestion of food. നമ്മുടെ ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അംശമുണ്ട്. ഇത് ഭക്ഷണത്തിൻ്റെ ദഹനത്തിനെ സഹായിക്കുന്നു. At times when food is not taken properly or when enough water is not consumed and unhealthy food habits are followed, the amount of acid increases in the stomach. ഭക്ഷണം കൃത്യമായ സമയത്ത് കഴിക്കാതിരിക്കുമ്പോഴോ ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കാതിരിക്കുമ്പോഴോ വയറിനുള്ളിലെ ആസിഡിൻ്റെ അംശം കൂടുന്നു. ദിസ് ഈസ് കാൾഡ് ആസിഡിറ്റി. ഈ അസുഖത്തിനെയാണ് ആസിഡിറ്റി എന്ന് പറയുന്നത്. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് മെഡിസിൻസ് കണ്ടെയ്നിങ് ആൽക്കലി ടു ഓവർകം ദിസ്. ഇവിടെ നിർവിരീകരണം എന്ന തത്വം പ്രയോജനപ്പെടുത്തി ഡോക്ടർമാർ നമുക്കായി കുറിച്ചു തരുന്ന മരുന്നുകൾ ആൽക്കലി ഗുണം അടങ്ങിയതായിരിക്കും. ഈ മരുന്നുകൾ ആമാശയത്തിനുള്ളിലെ അധികമുള്ള ആസിഡുമായി പ്രവർത്തിച്ച് അതിനെ നിർവീര്യമാക്കുന്നു. യൂസേജസ് ഓഫ് ആസിഡ്സ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ്. വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നാം ആസിഡ് ഉപയോഗിക്കുന്നു. പ്രിസർവേഷൻ ഓഫ് ഫുഡ് സബ്സ്റ്റൻസസ്. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും ആസിഡ് ഗുണമുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നു. മാനുഫാക്ചർ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, അതായത് രാസവളങ്ങളുടെ നിർമ്മാണം. പ്രൊഡക്ഷൻ ഓഫ് പെയിൻറ്, ഡൈസ്, ഇങ്ക്, ലെതർ എക്സെട്ര, അതായത് വ്യത്യസ്ത പെയിൻറ്റുകൾ, ഡൈ, വ്യത്യസ്ത തരം മഷികൾ, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിനും ആസിഡുകൾ പ്രയോജനപ്പെടുത്തുന്നു. ഇൻ ഓട്ടോമൊബൈൽ ബാറ്ററീസ്, നമ്മുടെ എല്ലാ മോട്ടോർ വാഹനങ്ങളിലുള്ള ബാറ്ററികളിൽ ആസിഡ് ഉപയോഗിക്കുന്നു. ഫോർ ഡിസോൾവിങ് നോബിൾ മെറ്റൽസ് എക്സെട്ര,
വ്യത്യസ്ത ലോഹങ്ങളെ വേർതിരിക്കുന്നതിനും അവയെ ലയിപ്പിക്കുന്നതിനുമെല്ലാം ആസിഡുകൾ പ്രയോജനപ്പെടുത്തുന്നു. യൂസ് ഓഫ് ആൽക്കലീസ്. ആൽക്കലീസ് ആർ യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സോപ്പ്. സോപ്പ് നിർമ്മാണത്തിൽ ആൽക്കലി ഉപയോഗിക്കുന്നു, പ്രധാനമായും കാസ്റ്റിക് സോഡ. മാനുഫാക്ചർ ഓഫ് ഡിറ്റർജൻറ്റ്സ് ആൻഡ് സെറാമിക് മെറ്റീരിയൽസ്. നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റുകളും സെറാമിക് ടൈൽ തുടങ്ങിയ വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും ആൽക്കലികളാണ് പ്രയോജനപ്പെടുന്നത്. പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലിയാണ് ആലം. ഇൻ ടൂത്ത് പേസ്റ്റ്. ടൂത്ത് പേസ്റ്റുകളിലും ആൽക്കലികൾ ഉപയോഗിക്കുന്നുണ്ട്. ആസ് ക്ലീനേഴ്സ്. നമ്മൾ നിലം വൃത്തിയാക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളിലും ആൽക്കലികൾ പ്രയോജനപ്പെടുത്തുന്നു. ഇൻ മെഡിസിൻസ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ അസിഡിറ്റി തുടങ്ങിയ അസുഖങ്ങൾക്ക് മരുന്നുകളായി ആൽക്കലികളാണ് ഉപയോഗിക്കുന്നത്. ഇൻഡസ്ട്രിയൽ പർപ്പസസ്. വിവിധ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് ആൽക്കലികൾ ഉപയോഗിക്കുന്നു. അനദർ യൂസേജ് ഓഫ് ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് ആർ സോപ്പ് മേക്കിംഗ്. മെറ്റീരിയൽസ് റിക്വയർഡ് ആർ കാസ്റ്റിക് സോഡ, കോക്കനട്ട് ഓയിൽ, വാട്ടർ, sodium silicate, stone powder, etc. Procedure. Dissolve caustic soda in water taken in a steel vessel. When the solution cools, pour it slowly to the coconut oil and stir it. സോപ്പ് നിർമ്മാണം നിർവിരീകരണ പ്രവർത്തനത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇതിനായി നമുക്ക് വേണ്ടത് കാസ്റ്റിക് സോഡ, വെളിച്ചെണ്ണ, വെള്ളം, സോഡിയം സിലിക്കേറ്റ്, പൗഡർ എന്നിവയാണ്. ആദ്യം കാസ്റ്റിക് സോഡയെ വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കണം. കാസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരിക്കും. ഈ ലായനി തണുക്കുമ്പോൾ അതിനെ സാവധാനം വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് ഇളക്കുക. ആഡ് സ്റ്റോൺ പൗഡർ ആൻഡ് സോഡിയം സിലിക്കേറ്റ് ടു ഇൻക്രീസ് ദ ഹാർഡ്നെസ് ആൻഡ് ക്വാളിറ്റി. സോപ്പിൻ്റെ അളവും ഗുണവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അതിലേക്ക് അല്പം ടാൽക്കം പൗഡർ, അതുപോലെ സോഡിയം സിലിക്കേറ്റ് എന്നിവ ചേർക്കുക. ഇത് സോപ്പിന് നല്ല ഗര സ്വഭാവം നൽകും. ആഡ് പെർഫ്യൂംസ് ആൻഡ് ഡൈസ് ഫോർ ഫ്രാഗ്രൻസ് ആൻഡ് കളർ. നമ്മുടെ സോപ്പിന് ആവശ്യമായ മണവും നിറത്തിനും വേണ്ടിയുള്ള ഡൈസ് സോപ്പ് നിർമ്മാണ വേളയിൽ ഇതുമായിട്ട് ചേർക്കാവുന്നതാണ്. സ്റ്റിർ വെൽ അൺടിൽ ഇറ്റ് ഗെറ്റ് സോളിഡിഫൈസ്. ഈ ലായനി തണുത്ത് ഉറയ്ക്കുന്നതുവരെ ഇതിനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഫിൽ ഇറ്റ് ഇൻ ടു മോൾഡ്സ്. ഇറ്റ് വിൽ ബിക്കം സോപ്പ് ആഫ്റ്റർ 3 or 4 days. മിശ്രിതത്തെ അനുയോജ്യമായ മോൾഡുകളിൽ ഒഴിച്ചു വയ്ക്കുക. 3-4 ദിവസം കഴിയുമ്പോൾ അത് ഉറച്ച് കട്ടയായി മാറും. വി ക്യാൻ യൂസ് ദീസ് സോപ്സ് ആഫ്റ്റർ 2 weeks. നമുക്ക് ഈ സോപ്പ് ഉപയോഗിക്കണമെങ്കിൽ 2 ആഴ്ചയെങ്കിലും കാത്തിരിക്കണം.